നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ 2°C മുതൽ 3°C വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. ഉയർന്ന ചൂട് സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഫെബ്രുവരി ആരംഭിച്ചപ്പോഴേ പാലക്കാടിന് പൊള്ളുകയാണ്. അടുത്ത 3 ദിവസം താപനില 2 മുതൽ 3° വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇതോടെ ജനങ്ങൾ പകൽ 11 മുതൽ 3 വരെ നേരിട്ട് വെയിലേൽക്കാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണമെന്നും മുന്നറിയിപ്പ് നൽകുകയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പാലക്കാട് ഈ വർഷം ഇതുവരെ രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 36°യാണ്. മുണ്ടൂർ IRTCയിൽ ജനുവരി 26 ആദ്യമായി താപനില 36°C രേഖപ്പെടുത്തിയത്. പിന്നീട് തുടർച്ചയായി 3 ദിവസം താപനിലയിൽ കുറവുണ്ടായില്ല. ഫെബ്രുവരി ആദ്യവാരം താപനില 39° വരെ ഉയർന്നേക്കാമെന്നാണ് മുന്നറിയിപ്പ്. കഴിഞ്ഞ വർഷം 42.6°C ആയിരുന്നു ജില്ലയിലെ ഉയർന്ന താപനില. ഏപ്രിൽ 28 മുണ്ടൂർ IRTCയിലാണ് ഇത് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം വരൾച്ച സമാനമായ സാഹചര്യമാണ് ജില്ലയ്ക്ക് നേരിടേണ്ടി വന്നത്. മഴയുടെ അഭാവവും സ്ഥിതിക്ക് ആക്കം കൂട്ടി. താപനില ക്രമാതീതമായി ഉയരുന്നത് സ്വാഭാവികമായ ജലസ്രോതസ്സുകളെ പ്രതികൂലമായി ബാധിക്കും. നിലവിൽ കൃഷിക്കും കുടിവെള്ളത്തിനും ആവശ്യമായ വെള്ളം മലമ്പുഴ ഡാമിൽ ഉണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ വേനൽ കടുക്കും. ചൂടിൽ അരുവികളും ചോലകളും വറ്റുന്നതോടെ കാടുകളിൽ കുടിവെള്ളം കിട്ടാതെ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നതും വേനൽക്കാലത്ത് പതിവാണ്. എന്നാൽ ഇത് കൃഷിക്കും മനുഷ്യജീവനും ആശങ്ക സൃഷ്ടിക്കുന്നു. ദാഹജലവും തണലും തേടിയാണ് മൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത്. വനങ്ങളിൽ തീപിടുത്തത്തിനും വേനൽ ചൂട് കാരണമാകാറുണ്ട്. കാടുകൾക്ക് പുറമെ പറമ്പുകളിലും തീപിടുത്ത സാധ്യതയുണ്ട്. പലപ്പോഴും അശ്രദ്ധയാണ് തീപിടുത്തങ്ങൾക്ക് വഴിയൊരുക്കുന്നത്. കനത്ത ചൂടിൽ തീ ആളിപ്പടരുകയും ചെയ്യും. വരും ദിവസങ്ങളിൽ ചൂട് ഇനിയും വർദ്ധിക്കാമെന്നാണ് അധികൃതർ പറയുന്നത്. താപനില വർദ്ധിക്കുമ്പോൾ ആരോഗ്യ കാര്യത്തിലും അതീവ ശ്രദ്ധ പുലർത്തണം. നിർജ്ജലീകരണം, ക്ഷീണം, സൂര്യാതാപം, സൂര്യാഘാതം എന്നിവ ഏൽക്കാൻ സാധ്യത കൂടുതലുള്ള സമയമാണിത്. ധാരാളം വെള്ളം കുടിക്കുക, നിറം കുറഞ്ഞ അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക തുടങ്ങിയവ ശ്രദ്ധിക്കണം. ഗർഭിണികൾ, കുട്ടികൾ, പ്രായമായവർ പ്രത്യേകം ജാഗ്രത പുലർത്തണം. സൂര്യാതാപം, സൂര്യാഘാത ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ വൈദ്യസഹായം തേടണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കേണ്ടതും ക്ലാസ് മുറികളിൽ വായു സഞ്ചാരം ഉറപ്പാക്കേണ്ടതുമാണ്. പരീക്ഷാകാലമായാൽ പരീക്ഷാ ഹാളുകളിലും ജലലഭ്യത ഉറപ്പാക്കണം. വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ്. കുട്ടികൾക്ക് കൂടുതൽ വെയിലേൽക്കുന്ന അസംബ്ലികളും മറ്റു പരിപാടികളും ഒഴിവാക്കുകയോ സമയക്രമീകരണം നടത്തുകയോ ചെയ്യേണ്ടതാണ്. കുട്ടികളെ വിനോദസഞ്ചാരത്തിന് കൊണ്ടുപോകുന്ന സ്കൂളുകൾ 11 മണി മുതൽ 3 മണി വരെ കുട്ടികൾക്ക് നേരിട്ട് ചൂടേൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. അംഗനവാടി കുട്ടികൾക്ക് ചൂടേൽക്കാത്ത തരത്തിലുള്ള സംവിധാനം നടപ്പാക്കാൻ അതാത് പഞ്ചായത്ത് അധികൃതരും അംഗനവാടി ജീവനക്കാരും പ്രത്യേകം ശ്രദ്ധിക്കണം.